ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വാചകം നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിനെ കാണുന്ന രീതി തന്നെ മാറ്റിയേക്കാം. പണം കുറവല്ല, ക്ലാരിറ്റി കുറവാണ്. ഇത് കേൾക്കുമ്പോൾ പലരും ചിരിച്ചേക്കാം. മാഡം, എന്റെ അക്കൗണ്ടിൽ പണം കുറവാണ്, EMI ഉണ്ട്, ചെലവ് കൂടുതലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കാണും. കാരണം ഞാൻ പറയുന്നത് മറ്റൊരു പെർസ്പെക്റ്റീവാണ്. ഞാൻ ദിവസവും ആളുകളുമായി സംസാരിക്കുന്നു. പലരും പറയുന്നു ശമ്പളം കുറവാണ്, സേവിങ്സ് ഇല്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും പണമില്ല. പക്ഷേ ഒരു ചോദ്യം, 50,000 ഏൺ ചെയ്യുന്നവർക്കും പ്രോബ്ലം ഉണ്ട്, 1,00,000 ഏൺ ചെയ്യുന്നവർക്കും പ്രോബ്ലം ഉണ്ട്, 2,00,000 ഏൺ ചെയ്യുന്നവർക്കും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പ്രോബ്ലം പണത്തിൻ്റെതാണോ? ഒരു കാര്യം നോക്കാം. ഒരു കുടുംബത്തിന് 60,000 രൂപ ഇൻകം ഉണ്ട്, മറ്റൊരു കുടുംബത്തിന് 1,50,000 ഇൻകം ഉണ്ട്. 5 വർഷത്തിന് ശേഷം ആദ്യത്തെ കുടുംബം ഇൻകം ആയിട്ട് സ്റ്റേബിൾ ആണ്, രണ്ടാമത്തെ കുടുംബം സ്ട്രെസ്ഡ് ആണ്. എന്തുകൊണ്ട്? ആദ്യത്തെ കുടുംബത്തിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ കുടുംബത്തിന് ക്ലാരിറ്റി ഉണ്ടായില്ല. ഇൻകം ഉണ്ട്. ശരിയായ പ്രോബ്ലം ഫിനാൻഷ്യൽ കൺഫ്യൂഷനാണ്. മിക്ക ആളുകൾക്കും അറിയില്ല എത്ര പ്രൊട്ടക്ഷൻ വേണം, റിട്ടയർമെന്റ് കോർപ്പസ് എത്ര വേണം, ഇൻകം സ്റ്റോപ്പ് ആയാൽ എന്ത് ചെയ്യും, ഹെൽത്ത് എമർജൻസി വന്നാൽ എന്ത് ചെയ്യും. ഇതൊക്കെയാണ് പ്രശ്നം. ഒരു ഫിനാൻഷ്യൽ ക്ലാരിറ്റി ഇല്ലായ്മ. അതിന് ആദ്യം വേണ്ടത് സേവിങ്സ് ആണ്. സേവിങ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു 20% നമ്മൾ അതിന് മാറ്റി വെക്കുക. സേവിങ്സ് ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, പ്രൊട്ടക്ഷനും വേണം. നമ്മളുടെ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം. ആ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻകം നിലച്ചു പോയാലും ആ ഇൻകത്തിന്റെ സോഴ്സ് അവിടെ ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഹെൽത്ത് കെയർ. ഹെൽത്ത് എക്സ്പെൻസസ് കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഹെൽത്ത് കെയർ മതിയായ ഹെൽത്ത് കെയർ ഇല്ലാതെ ഇരിക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ റിട്ടയർമെന്റ് ഫണ്ട്. നമുക്ക് പ്ലാൻ വേണം. നമ്മൾ എന്നാണ് റിട്ടയർഡ് ആവുക, എത്ര കാലത്തോളം നമ്മൾ ജീവിച്ചിരിക്കും ഏകദേശം, അതിനു വേണ്ട ഫണ്ട് എങ്ങനെ ഉണ്ടാക്കണം, ഇതെല്ലാം നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ഇത് കൂടാതെ ഒരു ഫ്യൂച്ചർ ഇൻകം, അതായത് നമ്മൾക്ക് പണിയില്ലാത്ത കാലത്തും ഇൻകം ഇല്ലാത്ത കാലത്തും ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻകം വന്നുകൊണ്ടിരിക്കണം. അതിനുള്ള പ്ലാനും നമ്മൾ റെഡിയാക്കണം. ക്ലാരിറ്റി വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കും. കൃത്യസമയത്തുള്ള ഡിസിഷൻ, വളരെ നേരത്തെയുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ബ്രൈറ്റ് ആക്കുന്നത്. നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ നമുക്ക് ആ ക്ലാരിറ്റി നമ്മളെ അനുവദിക്കും. ഇന്ന് പലരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് ചിലപ്പോൾ മോശമായ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറിയേക്കാം. ബെറ്റർ പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എത്ര തുകയുടെ ഏത് പ്രൊട്ടക്ഷൻ, ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഒരു സ്ട്രെസ് വരാൻ സാധ്യത ഉണ്ടാവില്ല. അതേപോലെ നമ്മളുടെ ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് എത്ര റിട്ടയർമെന്റ് കോർപ്പസ് വേണമെന്ന് അറിയാൻ കഴിയുള്ളൂ, നമുക്ക് എത്ര രൂപ ഇൻകം മന്ത്ലി വേണ്ടി വരുമെന്ന് അറിയാൻ കഴിയുള്ളൂ. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഇന്ന് 20,000 രൂപയ്ക്ക് കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ 15-20 വർഷം കഴിഞ്ഞാലും 20,000 രൂപ മതിയാകുമെന്നാണ്. പക്ഷെ ഇൻഫ്ലേഷൻ എന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെയുണ്ട്. നമ്മളുടെ പണത്തിന്റെ മൂല്യം അത് കുറച്ചു കളയും. അതുകൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ ഫ്യൂച്ചർ ഇൻകം റെഡിയാക്കാൻ. ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് എഴുതുക. നിങ്ങളുടെ ഇൻകം എത്ര, അതിൽ എക്സ്പെൻസ് എത്ര, നിങ്ങൾക്കുള്ള സേവിങ്സ് എന്ത്, ഇൻവെസ്റ്റ്മെന്റ് എന്ത്, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എത്രത്തോളം ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും EMI ലോണോ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ഒന്ന് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ ക്ലാരിറ്റി കിട്ടും. അഥവാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായേ തീരും. ഒന്ന് ഓർമ്മിപ്പിക്കുക, പണമില്ലാത്തതല്ല പലരുടെയും പ്രശ്നം, ക്ലാരിറ്റി ഇല്ലായ്മയാണ്. പണത്തിനെ മാനേജ് ചെയ്യാൻ അറിയില്ലായ്മയാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്ലാരിറ്റി സ്കോർ അറിയണോ? താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്കോർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.